ഈ പഴം സംഭവമാണല്ലേ? അതെന്താന്ന് മനസ്സിലായോ? ഇതുകൊണ്ട് നമ്മൾ എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കലുണ്ട്. ഈ ഒരു പഴം ഉപയോഗിച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് റെസിപ്പീസ് തന്നെ ഉണ്ടാക്കാമല്ലേ നമുക്ക് പല ടൈപ്പിൽ. കാരണം ഈ പഴയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്താലും കോഴിമുട്ട ചേർത്താലും പഴം പൊരിച്ചാലും പഴം നിറച്ചാലും പഴം ഉന്നക്കായ ആക്കിയാലും എന്തോ ഒരു റെസിപ്പീസ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം പഴം മുറിച്ചിട്ട് നെയ്യിൽ നമുക്ക് പൊരിച്ച് കോരി മാറ്റി വെക്കാം. ഇനി കോഴിമുട്ടയിലേക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്തിട്ട് ഇതാ കോഴിമുട്ട ഇതുപോലെ കുനുകുനാക്കിയിട്ട് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്കിതാ ഈ ഒരു പഴം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് നമ്മുടെ കിസ്മിസും അതേപോലെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഞാൻ പറഞ്ഞിട്ടുള്ള പഴത്തിൻ്റെ സംഭവമായി കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.